ഈ പൗരത്വം ഇല്ലാത്ത ഒരാളെ കൊണ്ടിടുന്ന സ്ഥലത്ത് ഒരടിയും കണ്ട നീളം കണ്ടല്ല, ചെറിയ റൂമാന്നാ പറയണേ കേട്ടാ. ചെറിയ റൂമിന്റെ അകത്ത് ഇങ്ങനെ കൊണ്ടുപോയി നമ്മളെ ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുപോയി കൂട്ടം കൂട്ടമായി ഇടുമെന്നൊക്കെയാണ് ഇങ്ങനെ പറയുക. എല്ലാം നമ്മളെ പേടിപ്പിക്കാൻ, എല്ലാവരെയും എങ്ങനെയെങ്കിലും മുസ്ലിം ഉമ്മത്തിനെ ഭയപ്പെടുത്തുക. ഈ ഇതൊന്നും നടപ്പിലാക്കാനുള്ളതല്ല. നമ്മളൊന്ന് വരട്ടുക, നമ്മളൊന്ന് പേടിപ്പിക്കുക, ഇതേ ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മളെ കൊണ്ടുപോയി അടച്ചിടുന്ന ജയിലിന്റെ അളവ് വരെ, റൂമിന്റെ അളവ് വരെ ഇവര് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്നാൽ ഈ പൊട്ടന്മാർക്ക് ഇത്രയും നാളായിട്ട് തിരിയാത്തൊരു കാര്യമുണ്ട്. നമ്മളോട് ഇങ്ങനൊന്നും പറഞ്ഞാൽ നമ്മൾ പേടിക്കൂല എന്ന് ഇവർക്കറിയില്ല. യഥാർത്ഥ ഒരു മുസ്ലിം ഒരിക്കലും ഇതൊന്നും പറഞ്ഞിട്ട് ഒരു പേടിയില്ല. കാരണം എന്തേ? എനിക്കൊരു ബൈത്ത ഓർമ്മ വരിക. ഇവർ ഈ ജയിലറയുടെ കാര്യങ്ങളൊക്കെ പറയുമ്പോ എനിക്ക് തഴവ ഉസ്താദിന്റെ ഒരു ബൈത്ത ഓർമ്മ വരിക. ഏത് ബൈത്ത്? ഖബറിന്റെ ആഴമോ സോദരാ നീ നോക്ക്, അതിൽ മെല്ലെ നിന്നെ ഇറക്കലും ഒന്നോർക്ക്, ഇതുപോലെ ജീവിതകാലമില്ലൊരു കൊണ്ട് കുടുസായതും കണ്ടിട്ടുമുണ്ടോ പണ്ട്. തഴവ ഉസ്താദിന്റെ മനോഹരമായ ഒരു ബൈത്തുണ്ട്. ഇതാ പൊട്ട, നീ കവറ് കണ്ടിട്ടുണ്ടാ? സ്വന്തം ജന്മം കൊടുത്ത വാപ്പാനെ കൊണ്ടുപോയിട്ട് പള്ളിപ്പറമ്പിലെ ഒരു കുഴിക്കകത്തി ഇറക്കി വെച്ച നമ്മളോടാ ഈ ബിരുദന്മാർ ഇതൊക്കെ പറയാ. ജയിലിന്റെ നീളം ഇത്ര, വീതി ഇത്രയാണ്. സ്വന്തം ഉമ്മാടെയും വാപ്പാടെയും മയ്യത്ത് കൊണ്ടുപോയി കബറിൽ ഇറക്കി വെച്ചിട്ട് മിടിമണ്ണ് വാരിയിട്ട് പലക എടുത്ത് വെച്ച് പുറയിൽ മുകളിൽ കുറച്ച് മണ്ണ് വാരിയിട്ട് 2 ചെടിയും നട്ട് വെള്ളം ഒഴിച്ചിട്ട് എന്താ പറയണേ? എന്നിട്ട് എല്ലാ വെള്ളിയാഴ്ചയും പള്ളിപ്പറമ്പിൽ പോകുമ്പോ നമ്മളെല്ലാവരും ഖബർ സിയാറത്ത് ചെയ്യാൻ പള്ളിപ്പറമ്പിൽ പോയിട്ട് എന്താ പറയണേ? നമ്മൾക്ക് അതിന്റെ അർത്ഥം അറിയാത്തണ്ട. എല്ലാം നമ്മളൊക്കെ പള്ളിപ്പറമ്പിൽ എത്രയോ പേരുടെ മയ്യത്ത് കബറടക്കാൻ പോകുന്നു. പള്ളിപ്പറമ്പ് കാണുമ്പോ പറയേണ്ട ഒരു ദുആ ഉണ്ടല്ലോ, അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിക്കും. ഇതിന്റെ അർത്ഥമെങ്കിലും ഈ പൊട്ടന്മാർക്ക് പഠിക്കായിരുന്നു. വെറുതെ കയറി ഇങ്ങനെ ഭയങ്കര ബുദ്ധിയുള്ളവന്മാരാണെന്ന് പറഞ്ഞ് വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഈ ഒറ്റ അർത്ഥം വായിച്ചാൽ മതിയായിരുന്നു. എന്താ പറയണ? അസ്സലാമു അലൈക്കും ആപ്പാ, അസ്സലാമു അലൈക്കും എന്താ പറയണത്? ഞാനും വരുന്നുണ്ട് ഇങ്ങോട്ട് തന്നെ, ഇങ്ങോട്ട് പള്ളിപ്പറമ്പിലോട്ട്. പള്ളിപ്പറമ്പിൽ പോയി കബറിൽ കിടക്കുന്ന മനുഷ്യനോട് സലാം പറഞ്ഞിട്ട് പറയുന്നത് എന്താ? ഇൻഷാ അല്ലാഹ് ഞാൻ ഇങ്ങോട്ട് തന്നെയാ വരുന്നതെന്ന്. അപ്പൊ അങ്ങോട്ട് പോകാൻ കാത്തിരിക്കണം നമ്മളോടാ ഇതൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തുന്നത്. വെറുതെ ആ ചങ്ങായിമാരെ പറഞ്ഞുകൊണ്ട് നടക്കണ ഇങ്ങനെ ഉള്ളൂ. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മുടെ കൂടെ അല്ല ഉണ്ടല്ലോ. ഇവനെയൊക്കെ പടച്ചത് അല്ലയല്ലേ? ഇവനെ പടച്ചതും അല്ല തന്നെയല്ലേ? പിന്നെ നമ്മുടെ ന്യൂനപക്ഷം അതൊക്കെ ആരാ പറഞ്ഞു ന്യൂനപക്ഷം എന്നൊക്കെ? 2 ദിവസം മുമ്പ് കൊല്ലം ജില്ലയിൽ ആശ്രമ മൈതാനത്തിൽ 40 ഏക്കറിന്റെ അകത്ത് സ്ഥലം തികയാതെ ആൾക്കാർ പുറത്തു നിന്നേ. ഈ മുസ്ലിം ഉമ്മത്തിന്റെ നമ്മൾ അത്ഭുതപ്പെട്ടു പോയി. കൊല്ലം ജില്ലയിൽ സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീന്റെ 60ാമത് വാർഷികം 40 ഏക്കർ വസ്തു അത് വാങ്ങി പടച്ചവൻ ഇങ്ങനെ വാടകയ്ക്ക്. എന്തിനാ ഇത്ര സ്ഥലമെന്നാ ചോദിച്ചേ? എന്റെ പ്രിയപ്പെട്ടവർ, അവസാനം ആ സ്ഥലം മുഴുവനും നിറഞ്ഞിട്ട് പുറത്തേക്ക് അല്ലാഹുവേ, സമസ്തയുടെ മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദന്മാരുടെ മാത്രം ഒരു പരിപാടി വെച്ചപ്പോ ഇത്രയും 4 ലക്ഷത്തിൽ പുറം ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ നാളെ എങ്ങാണ്ട് എറണാകുളത്ത് അടുത്ത പരിപാടി 5 ലക്ഷം പേര്. ഇതെല്ലാം കൂടെ ഇറങ്ങിക്കഴിഞ്ഞ ഇമാരൊക്കെ എന്ത് ചെയ്യുന്ന ആലോചിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അല്ല നമ്മുടെ കൂടെയുണ്ട്. ന്യൂനപക്ഷമേ ഇന്ന് വരെ വിജയിച്ചിട്ടുള്ളൂ, ഭൂരിപക്ഷമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം എടുത്തു നോക്ക്. 313 സ്വഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിൽ പോകുമ്പോ ആയുധവോ ബലവോ ആധാറോ പാൻ കാർഡോ ഒന്നും ഇല്ലായിരുന്നു. 313 പേരങ്ങോട്ട് ഇറങ്ങിപ്പോയി. 1000-ൽ പരം വരുന്ന ശത്രുക്കൾ പടച്ചവനെ നല്ല ആയുധമൊക്കെ പിടിച്ചിട്ട് എവിടെ പോയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ല നമ്മുടെ കൂടെയുണ്ട്. ആ ഒരൊറ്റ നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മുടെ ഈമാൻ ഉറപ്പിക്കാൻ നോക്കുക. കിട്ടുന്ന അവസരം പാഴാക്കരുത്. 10-30 എണ്ണം പോയി രക്ഷപ്പെട്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, 10-32ഓളം പേര് ഇന്ത്യ മഹാരാജ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ പോയി. നമ്മളൊക്കെ ഇങ്ങനെ നടക്കാം. അതുകൊണ്ട് അതൊക്കെ കളഞ്ഞിട്ട് അവനവന്റെ ആക്കിബത്ത് നന്നാക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു അവൻ ഇഷ്ടപ്പെട്ട അടിമകളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിപ്പോ ഞാൻ പറഞ്ഞ ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ പറഞ്ഞത് ഉള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 1951 പ്രമാണത്തിന്റെ പേപ്പറും പറക്കി ദാതാമാര് നടക്കാൻ തുടങ്ങി. എന്താ പറയാ,
സങ്കടതപ്പാ. ഇപ്പോഴേ ഇറങ്ങാ, പഞ്ചായത്തിലും വില്ലേജിലൊക്കെ നടക്ക. എന്തിന്? 51-ലെ എത്രയൊക്കെ പെരഞ്ഞു നടന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ പറയുന്നത് ഇതൊക്കെ ഉള്ളവരാ പേടിക്കേണ്ടത്, ഇല്ലാത്തവരൊരു പേടിക്കാൻ വേണ്ട. മുകളിൽ ആകാശം, താഴെ ഭൂമി. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്നുമില്ല, മുകളിൽ ആകാശം, താഴെ ഭൂമി. എങ്ങിട്ട് പോയാലും ഒറ്റ ആഗ്രഹമുള്ളൂ, ഈ ലോകത്ത് നിന്ന് പോകുമ്പോ ഈമാനോടുകൂടി പോകണം. അങ്ങനെ ഒരു യാത്ര ആരെങ്കിലും തരുമെങ്കിൽ പോയി മേടിക്കാനാ ഞാനിരിക്കുന്നത്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ നിന്ന് 2019 വിട പറഞ്ഞ്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ന്യൂ ഇയർ ഒന്നുമല്ല എങ്കിലും ഇംഗ്ലീഷ് മാസം അനുസരിച്ച് നമ്മൾ നിന്ന് 2019 വിട പറഞ്ഞ് 2020 കാലെടുത്ത് വെക്കുമ്പോ, ആ ഒരു പുതിയ വർഷം നമ്മളിലേക്ക് കടന്നു വരുമ്പോ അൽഹംദുലില്ലാഹ് ഒരു നന്മ ചെയ്തുകൊണ്ട് വേണം നമുക്ക് ഇവിടെ നിന്ന് പുതിയ വർഷത്തിലേക്ക് കടക്കാൻ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് ഇൻഷാ അല്ലാഹ്. കുറെ നേരം ആയില്ലേ താത്താൻ വരെ? എന്തപ്പാ ഉംറയ്ക്ക് പോകുമ്പോ കാണുന്ന തലേത്തുണിയാണല്ലോ വേണങ്ങൾ. ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലമ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും സർവ്വ ഇടങ്ങേറുകളും അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. ഈ സ്വലാത്ത് പറഞ്ഞ നമ്മളെ എല്ലാവരെയും മരിക്കുന്നതിന് മുമ്പ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ, അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും അവസാനം വരെ ഇരിക്കല്ലേ? ഇന്ന് ഈ സമയം വരെ നിക്കെല്ലാരും നിന്ന്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സമയം വരെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും പൊറുക്കണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവയ്ക്കുക. ഇന്ന് ഈ നിമിഷം വരെ 2019 നമ്മൾ നിന്ന് വിട പറയുമ്പോൾ ഇത്രയും വർഷക്കാലം നീ നിന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും പൊറുക്കണോ വേണ്ടേ? ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവയ്ക്കുക. ആ പൊക്കി താത്ത നല്ല വളയും മോതിരൊക്കെ ഉണ്ട് കേട്ടാ. എല്ലാം ഇന്ന് ഊരിക്കോണം. ഇന്നിവിടെ ഊരി കൊടുത്തിട്ട് എല്ലാവരും പൊക്കോണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു നല്ല യാത്ര നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ പാവം പൊറുക്കണോ? സ്വർണം ചോദിച്ചപ്പോ അപ്പോഴേ കൈതാഴ്ത്തി. എന്താ ഇങ്ങനെ സ്വർണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ കൈതാഴ്ത്തി. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഒരൊറ്റ ആയത്ത് പറഞ്ഞു തരാം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരൊറ്റ ആയത്ത് ഞാൻ പറഞ്ഞു തരാം. ഇന്ന് ഇവിടെ ഇരുന്നിട്ട് ഓതേണ്ടവരൊക്കെ ഓതിക്കോണം. നല്ല ഇഖ്ലാസോടുകൂടി, നല്ല ഒരു മനസ്സോടുകൂടി ഇന്ന് ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ഖുർആനിലെ ഒരൊറ്റ ആയത്ത് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം. ഓതേണ്ട രീതിയിൽ ഓതിയാ 30 കൊല്ലം 40 കൊല്ലം 50 കൊല്ലം ചെയ്തത് മുഴുവനും കഴുകിക്കളഞ്ഞിട്ട് ഒരു ഉമ്മ പെറ്റ മകനെ പോലെ ഇന്നിവിടെ നിറങ്ങിപ്പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്താ ഓതിക്കൂടെ ഇൻഷാ അല്ലാഹ് പറ. റോഡിൽ കൂടെ മറ്റേ പൗരത്വ ബില്ലിനെതിരെ വിളിക്കണേക്കാളും നല്ല ശബ്ദത്തിൽ പറ ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ്. അപ്പൊ അവിടെ 11:30 വരെ എല്ലാവരും ആ പുറത്തൊക്കെ നിൽക്കുന്ന ആൾക്കാർ പറ്റുമെങ്കിൽ കയറി സ്വർഗത്തിലിരുന്നു. അടുത്ത കൊല്ലം ഇനി സമയം കിട്ടണമെന്നില്ലല്ലോ, എവിടാന്നറിയില്ല. അതുകൊണ്ട് ആ പച്ച ഉടുപ്പൊക്കെ ഇട്ട വിക്കായുടെ പിള്ളേരില്ല ഇവിടുത്തെ ഇരിക്കട മക്കളെ എല്ലാവരും എല്ലാവരും ഇരുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുത്തുനബി എവിടെ നിന്ന് പറഞ്ഞു തരികയാ, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നമ്മൾ എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടും. അള്ളാഹുവിന്റെ കോടതിയിലെ ജനങ്ങളെ മുഴുവനും ആദം നബി അലൈഹിസ്സലാം മുതലുള്ള ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അംബിയാ, മുർസലീങ്ങൾ, അവരുടെ അനുയായികൾ എല്ലാവരും നാളെ പടച്ചുറപ്പിന്റെ പരലോകത്തെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറന്ന കാഹളത്തിലൂതുമ്പോൾ
ആ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന കാഹളത്തിൽ ഊതുമ്പോൾ, ആദ്യമായിട്ട് ഊതുമ്പോഴാണ് ഈ പ്രപഞ്ചം മുഴുവനും തകർന്ന് തരിപ്പണമാകുന്നത്. നിങ്ങൾ രണ്ടുപേരും എന്തിനാ മക്കളെ നിൽക്കണേ? ഇരിക്കട, നീ ഇരിക്കണം. നിങ്ങൾ അവിടെ ഇരുന്നോ? അൽഹംദുലില്ലാഹ്. ബക്കറ്റ് പിരിവില്ലേ? അജിന് പോയ ആളല്ലേ? പോയിട്ടുണ്ട്. ബക്കറ്റ് പിരിവില്ലേ? അവസാനം ആദ്യ ഇപ്പൊ ആദ്യം അവസാന ഇടയിൽ വേണ്ടെന്ന് വിചാരിച്ചിട്ടാ. അവസാനം അല്ലേ നല്ലത്? എനിക്ക് അവസാനം എടുക്കുന്നതിനോട് ആഗ്രഹം, സംഘാടകർക്ക് ആദ്യം എടുക്കുന്നതല്ല. കാരണം ആദ്യം നന്നാകലല്ല, അവസാനം നന്നാകുമ്പോഴാ സ്വർഗം. അപ്പോ ഒരു നല്ല കാര്യം ചെയ്യാൻ ഇൻഷാ അല്ലാഹ് അവസാനം എടുത്താൽ മതി. അവിടെ ഇരിക്കട്ടെ സംഘാടകർ. നിങ്ങൾക്ക് ഡേറ്റ് ചോദിക്കാൻ വേണ്ടി തെക്ക് വടക്ക് നടന്ന മനുഷ്യർ കയറി അവിടെ ഇരിക്കും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന കാഹളത്തിൽ ഊതുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളും തകർന്ന് തരിപ്പണമായി, എല്ലാവരും നശിച്ചുപോയി. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നുകൂടെ ഊതാൻ പറയും. ആ മലക്കിന് അല്ലാഹു റൂഹ് കൊടുത്തിട്ട് രണ്ടാമത് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ആ മലക്കിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഊതാൻ പറയുകയാണ്. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന കാഹളത്തിൽ ഊതുമ്പോൾ മണ്ണിന്റെ അടിയിൽ കിടക്കുന്നവർ മുഴുവനും എഴുന്നേറ്റ് വരികയാണ്. അല്ലാഹുവേ പടച്ചവനെ, ഈ ഭൂമിയുടെ മടിത്തട്ടിൽ കിടക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് വരികയാണ്. സർവ്വചരാചരങ്ങളും എഴുന്നേറ്റ് വരികയാണ്. പടച്ചവനെ, ചെട്ടിപ്പതായി നാട്ടിലെ പള്ളിയുടെ ഖബർസ്ഥാനുണ്ടല്ലോ, ആ ഖബർസ്ഥാനിൽ നിന്ന് ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് വരികയാ. കൊണ്ടുപോയി ഖബറടക്കിയത് എങ്ങനെയാണ്? നല്ലതുപോലെ കുളിപ്പിച്ചു, പടച്ചവനെ അതാ വുളുവെടുപ്പിച്ചു, സുഗന്ധങ്ങൾ തേച്ചു, വെള്ള തുണിയിൽ പൊതിഞ്ഞു. എന്നിട്ട് എല്ലാവരും കൂടെ പടച്ചവനെ ഇവിടത്തെ പള്ളിപ്പറമ്പിൽ എന്നെയും നിങ്ങളെയും കൊണ്ടുപോയി ഖബറടക്കുകയാണ്. മനോഹരമായ രീതിയിൽ മനുഷ്യന്റെ കോലത്തിലാണ് ഖബറിന്റെ അകത്ത് കൊണ്ടുപോയി അടക്കിയത്. എങ്കിലും നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് രണ്ടാമത് മോതുമ്പോൾ ഖബറിന്റെ അകത്ത് നിന്ന് ജനങ്ങൾ എഴുന്നേറ്റ് വരികയാ. മനുഷ്യന്റെ രൂപത്തിലല്ല, പല പല വ്യത്യസ്തമായ രൂപങ്ങളിലാണ് എഴുന്നേറ്റ് വരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് തന്റെ സ്വഹാബത്തിനോട് പറയുകയാണ്, 41 വിഭാഗത്തിലാണ് ജനങ്ങൾ എഴുന്നേറ്റ് വരുന്നത്. പട്ടിയുടെ കോലത്തില്, പന്നിയുടെ കോലത്തില്, കഴുതയുടെ രൂപത്തില്, പേപ്പട്ടിയെ പോലെ നാക്കിങ്ങനെ നീട്ടിക്കൊണ്ടുവരുന്നവർ, മുഖത്തു മാംസമില്ലാത്തവർ, കുഷ്ഠരോഗിയെ പോലെ വരുന്നവർ, നടന്നു വരുന്നവർ, ഇഴഞ്ഞു വരുന്നവർ, പടച്ചവനെ ഉഹുദ് മലയോളം വലിപ്പമുള്ള വയറ് വലിച്ചു കൊണ്ടുവരുന്നവർ, പിന്താരങ്ങളിൽ വലിയ വലിയ കൊടികൾ കുത്തികൊച്ചു കൊണ്ടുവരുന്നവർ, ഇതുപോലെ പല വിഭാഗങ്ങളിലാണ് ജനങ്ങൾ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്നത്. എന്റെ പ്രിയമുള്ള സഹോദരാ, ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ ചേലാകർമ്മം ചെയ്തിട്ടില്ല. പടച്ചവനെ, ഒരാൾക്കും ഉടുതുണിയില്ല. നഗ്നരായിട്ട് പേടിച്ച് വിറച്ചുകൊണ്ട് പടച്ചവനെ, ആരാണ് എന്നെ വിളിച്ചുണർത്തിയത് എന്ന് പേടിച്ച് വിറച്ചുകൊണ്ട് ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് വരികയാണ്. നഗ്നരായി നടന്നു പോവുകയാണ്. അല്ലാഹു അനുവാദം കൊടുത്തവനല്ലാതെ ഒരുത്തനും തല ഉയർത്തില്ല. ഒരാളും നാളെ പടച്ചറപ്പിന്റെ പരലോകത്തില് അല്ലാഹു അനുവാദം കൊടുത്തവരല്ലാതെ സംസാരിക്കില്ല. ഒരു മനുഷ്യനും തല ഉയർത്തില്ല. പടച്ചവനെ പേടിച്ച് വിറച്ചുകൊണ്ട് ഇങ്ങനെ അതാ ആട്ടും കൂട്ടങ്ങളെ നയിച്ചു കൊണ്ടുവരുന്നത് പോലെ അതാ ഖബറിൽ നിന്ന് എഴുന്നേൽക്കുന്നവരെ മലക്കുകൾ ഇങ്ങനെ നയിച്ചു കൊണ്ടുപോവുകയാണ്. റബ്ബേ, ചെമ്പിന്റെ തറയിലാണ് ചെറുപ്പക്കാരാ, എല്ലാവരും ചെമ്പിന്റെ തറയിലാണ്. പടച്ചവനെ, ചെരുപ്പില്ല, വസ്ത്രമില്ല, ചെരുപ്പിന്റെ തറയിലാ, ചെമ്പിന്റെ തറയിലാണ് നിൽക്കുന്നത്. പടച്ചവനെ, 15 ലക്ഷത്തോളം വരുന്ന കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ, ആ ഉച്ച സമയത്ത്, ഇന്നുച്ച സമയത്ത് ഉദിച്ചു നിന്ന സൂര്യന്റെ ചൂടുണ്ടല്ലോ, ഈ പാതിരാത്രി 10 മണിക്ക് ഇവിടെ ഇരുന്നിട്ട് പോലും നിന്റെ ശരീരം വിയർക്കുകയാ. നമ്മളെ കൊണ്ട് സഹിക്കാൻ കഴിയുന്നില്ല. എങ്കിലും
നാളെ പടച്ചുറപ്പിന്റെ പരലോകത്ത് ചെമ്പിന്റെ തറയിൽ നിൽക്കുമ്പോ ഈ സൂര്യൻ ഒരു ചാണ് മുകളിൽ ഇങ്ങനെ തലയുടെ മുകളിൽ വന്ന് നിൽക്കുകയാണ്. ഒരേ ഒരു ചാണ് മുകളില് അല്ലാഹുവിന്റെ സൂര്യൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുകയാണ്. റബ്ബേ, അതാ നമ്മുടെ ശരീരം, നമ്മുടെ തലച്ചോറുണ്ടല്ലോ, അതിങ്ങനെ ഉരുകുകയാണ്. നമ്മുടെ തലയുണ്ടല്ലോ, തലച്ചോറുണ്ടല്ലോ, ചിലരുടെ തലച്ചോറുകൾ അവരുടെ മുഖത്തുകൂടെ ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാ. അല്ലാഹുവേ, വിയർപ്പിങ്ങനെ ഒഴുകി ഒഴുകിയതാ ഭൂമിയിലേക്ക് താഴുന്നില്ല. ചെമ്പിന്റെ തറയായത് കാരണം പടച്ചവനെ, വെള്ളം ഇങ്ങനെ അവന്റെ മുകളിലേക്ക്, അവന്റെ ശരീരത്തിൽ നിന്ന് വീഴുന്ന വെള്ളം അവന്റെ കാലിന്റെ ചുവട്ടിൽ കെട്ടിക്കിടക്കുകയാണ്. അല്ലാഹുവേ, മുട്ടുവരെ, അരവരെ, നെഞ്ചുവരെ, കഴുത്ത് വരെ ജനങ്ങളിങ്ങനെ വിയർപ്പിന്റെ അകത്ത് മുങ്ങി താഴുകയാണ്. എല്ലാവരും ഇങ്ങനെ പടച്ചുറപ്പിന്റെ കോടതിയില് ഭയന്ന് വിറച്ചുകൊണ്ട് നിൽക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ അതാ ഒരു സിംഹാസനം മലക്കുകൾ കൊണ്ടുവരികയാണ്. ഒരു മനോഹരമായ സിംഹാസനമുണ്ടല്ലോ. അല്ലാഹുവേ, എല്ലാവരും കണ്ണുകള്, എല്ലാവരും ആ കാണുന്ന സിംഹാസനം കാണുമ്പോ ജനങ്ങളുടെ മുഖമങ്ങ് വല്ലാതെ അത്ഭുതപ്പെടുകയാണ്. മനോഹരമായ ഒരു സിംഹാസനമുണ്ടല്ലോ, അതാ കൊണ്ടുവന്ന് വെക്കുകയാണ്. പടച്ചവരെ, എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്. അവിടെ നിന്ന് ചോദിക്കുന്നു, ആ സിംഹാസനം ആർക്കുള്ളതാണോ? പ്രവാചകന്മാർക്കുള്ളതാണോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ. അതാ സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, ഈ കാണുന്ന സിംഹാസനം പ്രവാചകന്മാർക്കുള്ളതാണോ? എല്ലാവരും അത്ഭുതപ്പെട്ടു പോവുകയാണ്. എല്ലാവരും ആ സിംഹാസനം ആരുടേതാണെന്നറിയാറ് അവിടെ നിന്ന് ചോദിക്കുമ്പോ വിളിച്ചു പറയുന്നു, ഇത് പ്രവാചകന്മാർക്കുള്ളതല്ല. ഈ സിംഹാസനത്തിന്റെ അവകാശി പ്രവാചകന്മാരല്ല, ശുഹദാക്കളാണോ നബിയേ? അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി പോരാടി വീരമൃത്യം വരിച്ച ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും പടച്ചവനെ അല്ലാഹു കൊടുത്ത ജീവിതം അല്ലാഹു തിരിച്ചു കൊടുത്ത ശുഹദാക്കളുണ്ടല്ലോ, അവർക്കുള്ളതാണോ നബിയേ? ഇല്ല സ്വഹാബാ. പിന്നെ ആർക്കുള്ളതാ നബിയേ? നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് അള്ളാന്റെ കോടതിയില് കൊണ്ടുവച്ചിരിക്കുന്ന സിംഹാസനത്തിന്റെ ഉടമ ആരെന്നറിയുവോ? അത് കാണുമ്പോ എല്ലാവരും കൊതിച്ചു പോവുകയാണ്. എനിക്ക് അല്ലാഹു അത് നൽകിയിരുന്നെങ്കിലോ, അതിന്റെ അവകാശി ഞാനായിരുന്നെങ്കിലോ. എല്ലാവരും അത്ഭുതപ്പെട്ടു പോകുന്ന മനോഹരമായ ഒരു സിംഹാസനമുണ്ടല്ലോ, അതാർക്കെന്നറിയുമോ? അതിന്റെ അവകാശിയാണെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറഞ്ഞു തരികയാ. ഡിസംബർ 31 അവസാന ദിവസത്തില് അതാ ഒരു വർഷക്കാലം നമ്മൾ നിന്ന് വിട പറയാ പോകാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോ ദുനിയാവിലെ സ്വർഗത്തിലെ നന്മ കേൾക്കാമെന്നവരെ മുത്തുനബിയോട് സ്വഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അതാർക്കുള്ളതാ നബിയേ? അതാർക്കുള്ളതാ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, സ്വഹാബാ, അൽ മുതഹാബൂന ഫില്ലാഹ്. ആ സിംഹാസനം ആർക്കുള്ളതാണെന്നറിയുമോ? അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച രണ്ട് കൂട്ടുകാർക്കുള്ള പ്രതിഫലമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാളെ ഒരു സിംഹാസനം പരലോകത്ത് കൊണ്ടുവരും. അല്ലാഹുവേ, പടച്ചവനെ കാണുമ്പോ കൊതി തോന്നും. എല്ലാവരും ഇങ്ങനെ ഒരു സിംഹാസനം, മനോഹരമായ ഒരു സിംഹാസനം. നബിയെ, പ്രവാചകന്മാർക്കുള്ളതാണോ? അല്ല. ശുഹദാക്കൾക്കുള്ളതാണോ? അല്ല. പിന്നെ ആർക്കുള്ളതാ നബിയെ? എല്ലാവരും അതിനകത്തേക്ക് പോയിരിക്കാൻ ആഗ്രഹിക്കും.
ആ സിംഹാസനത്തിൽ അള്ളാഹു അതിന്റെ അവകാശികളായി തെരഞ്ഞെടുക്കുന്നത് ആരെയെന്നറിയുമോ? അള്ളാഹിക്ക് വേണ്ടി സ്നേഹിച്ച 2 കൂട്ടുകാർ അള്ളാഹു അവർക്ക് കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉറക്ക നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ച 2 കൂട്ടുകാർക്കുള്ളതാണ് ആ സിംഹാസനം. അള്ളാഹു അത് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഡിസംബർ 31 നമ്മളിൽ നിന്ന് വിട പറയുമ്പോൾ അള്ളാഹുവിന്റെ പരലോകത്ത് പടച്ച റബ്ബ് കൊണ്ടിടുന്ന ആ സിംഹാസനത്തിലിരിക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഇന്ന് എന്റെ കൂട്ടുകാരോട്, എന്റെ സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനൊരു കൂട്ടുകാരനെ പോലെ നിങ്ങളോട് വഅദ് പറയുകയാണ്. ഞാനൊരു കൂട്ടുകാരനാകണം. ഇന്നത്തെ ഈ രാത്രിയിൽ എന്റെ വഅദ് കേട്ടിട്ട് ഒരാളെങ്കിലും നേരെയായ, എന്റെ കയ്യിലൊന്നുമില്ല, അവൻ എന്റെ കയ്യിൽ ചെയ്തു വെച്ചിരിക്കുന്ന അമലുകൾ കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂല, പക്ഷെ ഈ പറയുന്നത് കേട്ടിട്ട് ഒരാളെങ്കിലും നന്നായ അവന്റെ കയ്യിലെങ്കിലും പിടിച്ചു പോകാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് മുത്തുനബി പറയുകയാ, അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്ക്, അള്ളാഹിന് വേണ്ടി സ്നേഹിക്ക്, അവർക്ക് നാളെ ഈ സിംഹാസനത്തിൽ ഇരിക്കാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ കൂട്ടുകാരോട് ഒരു നല്ല കൂട്ടുകാരനെ പരിചയപ്പെടുത്താനാ ഞാൻ വന്നേ. നിങ്ങൾക്കൊക്കെ പഠിക്കാൻ, നിങ്ങൾക്കൊക്കെ പാഠമാക്കാൻ ഒരു നല്ല കൂട്ടുകാരനെ ഞാൻ പറഞ്ഞു തരാം. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഒരു നല്ലൊരു കൂട്ടുകാരനെ പറഞ്ഞു തന്നിട്ട് ഞാൻ പോകാം. ഒരു നല്ല കൂട്ടുകാരൻ, ആ കൂട്ടുകാരനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി എനിക്കും നിങ്ങൾക്കും കൂടെ കൂട്ടാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുന്നുണ്ട്. മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു തരുന്നു. ചരിത്രത്തിൽ നമുക്ക് കാണാം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മളിലേക്ക് കടന്നു വരണം. മരണത്തെക്കുറിച്ച് അവിടെ നിന്ന് പരിശുദ്ധമായ ഖുർആന് പരിചയപ്പെടുത്തുമ്പോ മരണത്തെക്കുറിച്ചുള്ള ഒരു കാര്യങ്ങൾ അല്ലാഹു അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ബോധുകയാണ്. അതാ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഖുർആനിന്റെ അകത്ത് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ച് പറയുന്ന, അല്ലാഹുവേ, മരണത്തിന് ശേഷമുള്ള യഥാർത്ഥമായ ജീവിതത്തെ കുറിച്ച് പറയുന്ന അതാ പല ആയത്തുകൾ ഇങ്ങനെ ഓതുമ്പോ ഒരു ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. ഈ പാതിരാത്രി ഒരുമിച്ച് കൂടിയ ആണിനും പെണ്ണിനും കൂട്ടുകൂടാതെ നിങ്ങൾ ഈ കൂട്ടുകാരനെ പോലെയാകെ നിങ്ങൾ ഇന്നത്തെ രാത്രി മുതൽ പടച്ചവനെ 2020 തുടങ്ങുമ്പോ നിങ്ങൾ ആരെ പോലെയാകണമെന്നറിയുമോ? റബീഅത്ത് ബിൻ ഹുസൈം എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ പോലെയാകണം. ആരാ റബീഅത്ത് ബിൻ ഹുസൈം എന്നറിയുമോ? അല്ലാഹുവേ, അതാ മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതത്തെ കുറിച്ച് അവിടുന്ന് ഖുർആൻ ഇങ്ങനെ ബോധിക്കൊണ്ടിരിക്കുമ്പോൾ കബറും കബറും ആ കബറിന്റെ അകത്തുള്ള അദാബുകളും നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് കടന്നു വരുമ്പോ ആ പരലോകത്തിന്റെ അവസ്ഥകളും അതിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഇങ്ങനെ കേട്ടപ്പോ ഈ റബിയ എന്ന് പറയുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, തന്റെ വീട്ടിലേക്ക് കടന്നു പോവുകയാണ്. തന്റെ വീട്ടിലേക്ക് കടന്നുപോയി. എന്നിട്ട് മണ്ണ് കുഴിക്കുന്ന ആയുധമെടുത്തു കൊണ്ടുവന്ന് വീടിന്റെ മുന്നിൽ ഒരു കബറങ്ങ് കുഴിക്കുകയാണ്. തന്റെ വീടിന്റെ വാതിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോ അല്ലാഹുവേ കാണുന്നതിന് വേണ്ടി തന്റെ വീടിന്റെ മുന്നിൽ ഒരു കബർ ഇങ്ങനെ കുത്തിയിടുകയാണ്. അവസാന കബറിന്റെ പണിയെല്ലാം പൂർത്തിയായി. അത് കഴിഞ്ഞ എല്ലാ ദിവസവും രാവിലെ ആ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഈ ചെറുപ്പക്കാരെ കബറിന്റെ അകത്തേക്ക് ഇറങ്ങുകയാണ്. കബറിന്റെ അകത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് മയ്യത്തുകളെ കിടത്തുന്നത് പോലെ കബറിന്റെ അകത്ത് ഇറങ്ങിക്കിടക്കുകയാണ്. എന്നിട്ട് ആ കബറിന്റെ അകത്ത് കിടന്ന് കരയുകയാ. ഒരുപാട് സമയം കബറിന്റെ അകത്ത് കിടന്ന് കരയുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് തന്റെ ആവശ്യത്തിലേക്ക് പോയി. അവസാനം എല്ലാ ജോലികളും തിരക്കുകളും കഴിഞ്ഞ് അവസാനം പാതിരാത്രി തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ അപ്പോഴും വീടിന്റെ കവാടത്തിൽ കുടിച്ചിട്ടിരിക്കുന്ന ആ
കബറുണ്ടല്ലോ, ആ കബറിന്റെ അകത്ത് പിന്നെയും ഇറങ്ങിക്കിടക്കുകയാണ്. എന്നിട്ട് അതിനകത്ത് കിടന്ന് കരയുകയാ. അല്ലാഹുവേ, എന്താണ് അവിടെ കിടന്ന് പറയുന്നതെന്നറിയുമോ? കബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അവര് കബറിന്റെ അകത്ത് കിടന്ന് യാചിക്കുമെന്നാണ്. അല്ലാഹുവേ, ഒരവസരം തന്നാൽ, പടച്ചവനെ ഒരു ചാൻസ് കൂടെ തന്നാൽ, റബ്ബേ ഞാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാ എന്ന് കബറിന്റെ അകത്ത് കിടന്ന് അതാ കബറാളികളെ യാചിക്കുന്നത് പോലെ ഈ ചെറുപ്പക്കാരൻ വീടിന്റെ മുന്നിൽ കുടിച്ചിട്ടിരിക്കുന്ന കബറുണ്ടല്ലോ, ആ കബറിന്റെ അകത്ത് ഇറങ്ങിക്കിടന്നിട്ട് മയ്യത്ത് വിളിച്ചു പറയുന്നത് പോലെ പറയുന്നു, അല്ലാ പടച്ചവനെ എനിക്കൊരവസരം തന്നിരുന്നെങ്കിലോ, പടച്ചവനെ ഞാൻ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ തമ്പുരാനോ, ഞാൻ നിസ്കരിക്കാൻ തമ്പുരാനോ, ഞാൻ ഖുർആൻ ഓതാ തമ്പുരാനോ, ഞാൻ ദിക്റുകൾ പറയാ തമ്പുരാനോ, ഞാൻ അല്ലാഹുവേ സദഖകൾ കൊടുക്കാ തമ്പുരാനോ, എനിക്കൊരവസരം തരണേ എന്ന് ഈ ചെറുപ്പക്കാരൻ തന്റെ വീടിന്റെ മുന്നിൽ കബർ കുഴിച്ചിട്ടിട്ട് രാവിലെയും വൈകിട്ടും ആ കബറിന്റെ അകത്ത് ഇറങ്ങിക്കിടന്ന് കരയുകയാ. എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ മരണത്തിനെ കുറിച്ച്, കബറിന്റെ ജീവിതത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞ ഒരു ആയത്തിങ്ങനെ ഓതിയിട്ട് നേരെ വീടിന്റെ മുന്നിൽ വന്നൊരു കബർ കുടിച്ചു. എന്നിട്ട് രാവിലെയും വൈകിട്ട് ഈ കബറിന്റെ അകത്ത് അങ്ങോട്ട് കിടക്കും. രാവിലെ സുബഹിക്ക് പള്ളിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഖബറിന്റെ അകത്ത് ഇറങ്ങി കിടന്നിട്ട് ഒരൊറ്റ കരച്ചല, അല്ലാഹുവേ ഒരവസരം താ പടച്ചവനെ, ഒരു ചാൻസ് കൂടെ താതമ്പുരാനെ, അല്ലാഹുവേ എനിക്ക് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യണം. ഖബറിന്റെ അകത്ത് കിടന്നിട്ട് ഖബറാളികൾ ചോദിക്കുന്ന കാര്യമാണ്. ഈ ചെറുപ്പക്കാരിത് ഖബറിന്റെ അകത്ത് കിടന്ന് പറയും. എന്നിട്ട് വെളിയിലേക്ക് പോകും. അല്ലാഹു അപ്പൊ ഇബാദത്തുകൾ ചെയ്യാനുള്ള ഒരു ഈമാൻ ഉണ്ടാകും. ഇബാദത്തുകളൊക്കെ ചെയ്ത് അവസാനം വൈകുന്നേരം വീട്ടിലേക്ക് കിടക്കാൻ വരുമ്പോ അപ്പോഴും ഖബറിന്റെ അകത്ത് ഇറങ്ങി കിടക്കും. അപ്പോഴും കരയും, അല്ലാഹുവേ ഒരവസരം താ, പാതിരാത്രി ഇബാദത്ത് ചെയ്യാനുള്ള മനസ്സുണ്ടാകും. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ചെറുപ്പക്കാരൻ ഒരു സാധാരണ ചെറുപ്പക്കാരനല്ല, താബിഈങ്ങളിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനാണ് ഈ ചെറുപ്പക്കാരൻ. ഈ ചെറുപ്പക്കാരനെ മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ 10 വർഷക്കാലം മുത്തുനബിയുടെ കൂടെ താങ്ങും തണലുമായി പ്രവാചകന്റെ എല്ലാ കാര്യങ്ങൾക്കും ഖാദിമായി നടന്നിരുന്ന അനസ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ ഈ ചെറുപ്പക്കാരനെ കണ്ടു. ഈ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ ആ ചെറുപ്പക്കാരനോട് മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നിന്നെ എങ്ങാണം മുത്തുനബി കണ്ടിരുന്നെങ്കിൽ. അനസ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനോട് അവിടെ നിന്ന് പറഞ്ഞത്, നിന്നെ എങ്ങാണം അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടിരുന്നെങ്കിൽ നിന്നെ മുത്തുനബി സ്നേഹിക്കുമായിരുന്നു എന്ന് മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞതായി ചരിത്രത്തിൽ കാണാം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ താബിഈങ്ങളിൽപ്പെട്ട റബീഅത്ത് ബിൻ ഹൈസം എന്ന് പറയുന്ന, ഹുസൈം എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ ഒരു സ്വഹാബിയാണ്, സാധാരണ സഹാബിയല്ല, മുത്തുനബിയുടെ കൂടെ നടന്ന അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, നിന്നെ എന്റെ നബി കണ്ടിരുന്നെങ്കിൽ, നിന്നെ എങ്ങാണം മുത്തുനബി കണ്ടിരുന്നെങ്കിൽ നിന്നെ പ്രവാചകൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുമായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബിയോട് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ എന്തുകൊണ്ടാണ് പറഞ്ഞത്? ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന ഗുണമെന്താണ്? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സദസ്സിലിരിക്കുന്ന ഞാൻ ഉൾപ്പെടെ ആർക്കെങ്കിലും ഈ പറയുന്ന 6 നല്ല ഗുണമുണ്ടെങ്കിൽ നമ്മൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്നേഹിക്കും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഈ പറയുന്ന ഈ ചെറുപ്പക്കാരനുണ്ടായിരുന്ന, താബിഈങ്ങളിൽപ്പെട്ട ഈ ചെറുപ്പക്കാരനുണ്ടായിരുന്ന 6 ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഈ പറയുന്ന 6 ഗുണങ്ങൾ നമുക്കുണ്ടെങ്കിൽ നമ്മളെ അള്ളാഹുവിന്റെ പ്രവാചകൻ കൂട്ടുകാരനാക്കി തിരഞ്ഞെടുക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അതുകൊണ്ട് 10:30 കറക്റ്റ് 1 മണിക്കൂർ 11:30 നമ്മുടെ വയൽ അവസാനിപ്പിക്കും ഇൻഷാ അല്ലാഹ്. പറയാൻ പറ്റുന്ന അത്രയും കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷത്തോടെ ദുആ ചെയ്തു പിരിയും. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, റബീഅത്ത് ബിൻ ഹൈസം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് 6 നല്ല ഗുണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഈ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, പൊന്നുമോനെ, ഈ പറയുന്ന നല്ല കാര്യങ്ങൾ നീ നിന്റെ ജീവിതത്തിൽ സൂക്ഷിച്ചോ. നീ നിന്റെ
നിന്റെ ജീവിതത്തിൽ സൂക്ഷിക്ക ചെറുപ്പക്കാരാ, പെങ്ങളെ. ഈ പറയുന്ന 6 നന്മകൾ, നല്ല ഗുണങ്ങളുണ്ടല്ലോ നിന്റെ ജീവിതത്തിലും. അല്ലാഹുവേ, നാളെ മുതൽ തുടങ്ങുന്ന പുതിയ വർഷമാണല്ലോ, അല്ലാഹു നിനക്ക് ആയുസ് തന്നാൽ പടച്ചവനെ ഉസ്താദേ, ഇന്നത്തെ രാത്രി മുതൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പറയുന്ന നല്ല കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഉറപ്പായിട്ടും ഞാൻ സൂക്ഷിക്കും ഉസ്താദ് എന്ന് നിയ്യത്ത് ചെയ്തിട്ട് വേണം നീ ഇവിടെ ഇരിക്കാൻ. അല്ലാഹു എവിടെ നിന്ന് പറഞ്ഞു തരികയാണ്. അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണമെന്തെന്നറിയോ? എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, റബിയ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരനായ താബീങ്ങളിൽപ്പെട്ട ആ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണമെന്തെന്നറിയോ? അല്ലാഹുവേ, പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കില്ലായിരുന്നു. ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണമെന്തെന്നറിയോ? പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കാറില്ലായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ, അല്ലാഹുവേ പടച്ചവനെ, തന്റെ കണ്ണിന് ഹറാം കാണുന്നതിനെ തൊട്ട് സൂക്ഷിക്കുന്ന ചെറുപ്പക്കാരനായിരുന്നു. അന്യ പെണ്ണിന്റെ മുഖത്ത് നോക്കാറില്ല, പെങ്ങളെ അന്യ പുരുഷന്റെ മുഖത്ത് നോക്കാറില്ല. ഔറത്ത് കാണുന്നത് പോയിട്ട് പടച്ചവനെ ഒരൊറ്റ പെണ്ണിന്റെ മുഖത്ത് നോക്കാറില്ല. എപ്പോഴും തലതാട്ടി പിടിച്ചാണ് നടക്കുന്നത്. ആ ചെറുപ്പക്കാരന്റെ ചരിത്രമെടുത്ത് നോക്ക്. പെണ്ണുങ്ങൾ വിചാരിച്ചിരുന്നത് ആ ചെറുപ്പക്കാരന് കണ്ണ് കാണില്ല എന്നായിരുന്നു, അന്ധനെന്നാണ് വിളിച്ചിരുന്നത്. റബീഅത്ത് ഇബ്നു ഹൈസമിനെ അതാ അന്ധനെന്നാണ് പെണ്ണുങ്ങൾ പോലും വിളിച്ചിരുന്നത്. പടച്ചവനെ, ഹറാം കാണുന്നതിനെ തൊട്ട് തന്റെ കണ്ണിനെ സൂക്ഷിച്ചിരുന്ന ചെറുപ്പക്കാരനാണ് റബിയ എന്ന് ചരിത്രം പറയുമ്പോ, അല്ലാഹുവേ, മുത്തുനബി സ്നേഹിക്കണോ പെങ്ങള്? അല്ലാഹുവേ, ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കാൻ, ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കാൻ കാരണക്കാരനായ അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിന്നെ സ്നേഹിക്കണോ? അല്ലാഹുവേ, അതിന് വേണ്ട ഒന്നാമത്തെ ഗുണമെന്തെന്നറിയോ? നീ നിന്റെ കണ്ണിനെ സൂക്ഷിക്കൂ. ഹറാം കാണുന്നതിനെ തൊട്ട്, അന്യപുരുഷനെ കാണുന്നത് തൊട്ട്, അന്യപുരുഷന്റെ ഔറത്ത് കാണുന്നതിനെ തൊട്ട് പെങ്ങളെ നീ നിന്റെ കണ്ണിനെ സൂക്ഷിക്കൂ പൊന്നുമോള്. ചെറുപ്പക്കാരാ, പാപമല്ലേടാ പൊന്നുമോര്. നിന്റെ ദീൻ പഠിപ്പിക്കുന്നതെന്താണ്? അന്യ പെണ്ണിന്റെ മയ്യത്ത് പോലും കാണാ പാടില്ലെന്നാണ് നിന്റെ ദീൻ പഠിപ്പിക്കുന്നത്. അന്യ പെണ്ണിന്റെ മയ്യത്ത് പോലും കാണാ പാടില്ല എന്ന് നിന്റെ ദീൻ പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, നീ ചിന്തിക്കും ഉസ്താദേ, ഇതൊരു പാപമാണോ? അന്യ പെണ്ണിന്റെ ശരീരം കാണുന്നത്, അന്യ പെണ്ണിന്റെ ശരീരം കാണുന്നത് പാപമാണോ? ഇതൊക്കെ ഇന്ന് പറഞ്ഞാൽ എങ്ങനെ സാധിക്കും ഉസ്താദ്? എല്ലാരും ചോദിക്കും, പടച്ചവനെ, എല്ലാരും അന്യ പെണ്ണിനെയും കാണും, അന്യ പുരുഷനെയും കാണും, ഇതൊക്കെ ഒരു പാപമാണോ എന്ന് ചോദിക്കുന്നേ. എന്റെ പ്രിയമുള്ളവരെ, ഈ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്ന ഒന്നാമത്തെ ഗുണം, എപ്പോഴും ഇങ്ങനെ തല താഴ്ത്തി നടക്കും, ഒറ്റ പെണ്ണുങ്ങളുടെ മുഖത്തൊന്നും നോക്കാറില്ല. പെണ്ണുങ്ങൾ ഈ ചെറുപ്പക്കാരൻ വരുമ്പോ പറയും, അന്ധൻ വരുന്നു, അന്ധൻ വരുന്നു, കണ്ണു കാണാത്തവൻ വരുന്നു, ഇങ്ങനെ പറയുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അല്ലാഹുവേ പടച്ചവന് ഒരു മറയില്ല, എല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിടക്കാം. പെണ്ണുങ്ങളുടെ മുഖത്ത് നോക്കുന്നത് പോയിട്ട് ഇപ്പൊ പെണ്ണുങ്ങളുടെ ഔറത്ത് വരെ നോക്കുന്ന കാലം ആണുങ്ങളും പെണ്ണുങ്ങളും. എല്ലാരും വിചാരിച്ചിരിക്കുന്നത് ഇതൊരു പാപമാണോ? നിസ്സാരമല്ലേ? ഒരിക്കലും നിസ്സാരമല്ല. ഒരൊറ്റ ശിക്ഷ ഞാൻ പറഞ്ഞു തരാം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ വിചാരിക്കുന്നത് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള നിസ്സാരമായിട്ടുള്ളൊരു പാവമല്ലേ, ഇങ്ങനെ നമ്മൾ കാണുന്നതൊരു പാപമായിട്ട് കാണുന്നില്ല. എങ്കിൽ ഞാനൊരു ചരിത്രം പറഞ്ഞു തരാം. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ കഅബ, ആ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ടൊരു ചെറുപ്പക്കാരൻ ദുആ ചെയ്യുകയാണ്. അന്യപുരുഷന്റെ ശരീരം കണ്ട് ആസ്വദിക്കുന്ന പെങ്ങള്, അന്യപുരുഷന്റെ ഔറത്ത് കാണുന്ന ഉമ്മ,
മൊബൈലിലും വാട്സപ്പിലും യൂട്യൂബിലും എല്ലാം കേറി വൃത്തികേടുകൾ കാണുന്ന ചെറുപ്പക്കാരാ, ഈ ചരിത്രമൊന്ന് കേട്ടിട്ട് നീ തീരുമാനിക്കൂ. അന്യപെണ്ണിന്റെ ശരീരം കാണുന്നത് ചെറിയ പാപമാണോ അതോ പടച്ചവനെ ഒരു വലിയ പാപമാണോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരെ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു. അല്ലാഹ് പടച്ച റബ്ബേ, എന്റെ ജ്യേഷ്ഠന്മാരുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാഹുവേ. പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, എന്റെ അവസാനം നന്നാക്കണേ അല്ലാഹ്, എന്റെ ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ്. പടച്ചവനെ, എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തല്ലേ അല്ലാഹ്. കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ കാണുകയാണ്. ഇത് മാത്രമേ ദുആ ചെയ്യുന്നുള്ളൂ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യും, പിന്നെയും പിരിയുകയാണ്, പിന്നെയും ദുആ ചെയ്യുകയാണ്. ഇത് കണ്ടപ്പോ അവിടെ ഒരു മഹാൻ ചോദിക്കുന്ന, ചെറുപ്പക്കാരാ, എന്തിനാ നീ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? എന്തിനാണ് നീ ഇങ്ങനെ ദുആ ചെയ്യുന്നത്? നിന്റെ കൂടപ്പിറപ്പുകൾക്ക് എന്താണ് സംഭവിച്ചത്? നിന്റെ സഹോദരങ്ങൾക്ക് എന്താണ് സംഭവിച്ചത്? അവിടെ ഒരു മഹാൻ ചോദിക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങളെ, എനിക്ക് രണ്ട് സഹോദരങ്ങളുണ്ടായിരുന്നു. എന്റെ ഒന്നാമത്തെ സഹോദരന്റെ ജോലി എന്തായിരുന്നെന്നറിയുമോ? എന്റെ ഒന്നാമത്തെ ജ്യേഷ്ഠനുണ്ടല്ലോ, എന്റെ ജ്യേഷ്ഠന്റെ ജോലി എന്തായിരുന്നെന്നറിയോ? അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ്, അല്ലാഹുവിന്റെ പള്ളിയിൽ 5 നേരം ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു. 5 നേരം അല്ലാഹുവിന്റെ പള്ളിയില് ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനായിരുന്നു എന്റെ സഹോദരൻ. എത്ര കൊല്ലമാണ് ബാങ്ക് വിളിച്ചതെന്ന് അറിയുവോ വാപ്പാ? അല്ലാഹുവിന്റെ പള്ളിയില് 5 നേരം പടച്ചവനെ ബാങ്ക് വിളിക്കുന്ന മനുഷ്യനായിരുന്നു. 40 കൊല്ലമാ ബാങ്ക് വിളിച്ചത്. 1ഉം 2ഉം വർഷമല്ല, 40 വർഷക്കാലം അല്ലാഹുവിന്റെ പള്ളിയിൽ ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ് 40 കൊല്ലം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യനായിരുന്നു. അവസാനം എന്റെ കൂടപ്പിറപ്പുണ്ടല്ലോ, മരണത്തോട് മല്ലടിക്കുകയാണ്. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാണ്. അവസാന സമയം കിടക്കുമ്പോ എന്നെ അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, പൊന്നുമോനെ, ഖുർആൻ എടുത്തുകൊണ്ട് വരാറ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് വരാറ്. ഈ ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങള്, എനിക്ക് വല്ലാത്ത സന്തോഷമായി. ഖുർആൻ ഓതി മരിക്കാനായിരിക്കും, ഖുർആൻ കയ്യിൽ പിടിച്ചു മരിക്കാനായിരിക്കും. 40 കൊല്ലം അല്ലാഹുവിന്റെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യനാണല്ലോ. ഞാൻ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് എന്റെ സഹോദരന്റെ കയ്യിൽ കൊണ്ടു കൊടുക്കുമ്പോ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് വലിച്ചു കീറുകയാണ്, അവിടുന്ന് വലിച്ചെറിയുകയാണ്. എനിക്കിതിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ അവിടുന്ന് വലിച്ചു കീറിക്കളയുകയാ. ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങള്, ഞാനവിടുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തു. ഞാനവിടുന്ന് എന്റെ ജ്യേഷ്ഠന് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തു. എന്റെ ജ്യേഷ്ഠൻ പറഞ്ഞില്ല. എന്റെ ജ്യേഷ്ഠന്റെ അവസാനം മോശമായിരുന്നു. 40 കൊല്ലം അല്ലാഹുവിന്റെ പള്ളിയില് ബാങ്ക് വിളിച്ച മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യന്റെ അവസാനം വളരെ മോശമായിരുന്നു. അവിടുന്ന് പറഞ്ഞു, തങ്ങളെ, അതേ
പള്ളിയിൽ തന്നെയാണ് എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനും ബാങ്ക് വിളിച്ചത്. ആ സഹോദരനും ബാങ്ക് വിളിക്കുന്ന മനുഷ്യനായിരുന്നു. പക്ഷേ 10 കൊല്ലമാണ് ബാങ്ക് വിളിച്ചത്. എന്റെ രണ്ടാമത്തെ ജ്യേഷ്ഠനും അതേ പള്ളിയിൽ 10 കൊല്ലം ബാങ്ക് വിളിച്ചു. ആ രണ്ടാമത്തെ ജ്യേഷ്ഠന്റെ മരണവും മോശമായിരുന്നു തങ്ങള്. എന്റെ 2 സഹോദരങ്ങളുടെയും അവസാനം മോശമായിരുന്നു. ഇപ്പോൾ അതേ പള്ളിയിൽ ഞാനാണ് ബാങ്ക് വിളിക്കുന്നത്. എന്റെ ജ്യേഷ്ഠന്മാര് ബാങ്ക് വിളിച്ച അതേ പള്ളിയിൽ തന്നെയാണ് ഞാനും ബാങ്ക് വിളിക്കുന്നത്. അല്ലാ, എന്റെ ഗതിയും അങ്ങനെയാക്കല്ലേ അല്ലാ. അതുകൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ കരഞ്ഞു ദുആ ചെയ്യുന്നത്. കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് അല്ലാഹുമ്മ ഖ്രിജ്നി മിൻ ഹാദിഹി ദുനിയാ മുസ്ലിമാ, കരഞ്ഞു വിളിച്ചുകൊണ്ട് ദുആ ചെയ്യുകയാ. പടച്ചവനെ, അവിടുന്ന് മഹാനവറുകൾ ചോദിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ കൂടപ്പറപ്പുകൾക്ക് വല്ല ദുശീലവും ഉണ്ടായിരുന്നോ? അവര് വല്ല പാപവും ചെയ്യുന്നവരായിരുന്നു? പടച്ചവനെ, ചെറുപ്പക്കാരൻ അവിടെന്ന് പറയുകയാ, ഈ സദസ്സിലേക്ക് ഒരുമിച്ച് കൂടിയ പെങ്ങള് ആ 2 പേരും കള്ള് കുടിക്കുന്നവരായിരുന്നില്ല, അവര് വ്യഭിചരിക്കുന്നവരായിരുന്നില്ല, അവര് പലിശ തിന്നുന്നവരായിരുന്നില്ല, അവര് നിസ്കരിക്കാത്തവരായിരുന്നില്ല, അവര് തലമറയ്ക്കാത്തവരായിരുന്നില്ല, അവർ ഔറത്ത് തുറന്നിട്ട് കൊണ്ട് നടന്നവരായിരുന്നില്ല, അവരല്ലാഹുവിനെ പേടിച്ച് ജീവിച്ചവരാ. പക്ഷേ ആ ചെറുപ്പക്കാരൻ പറയുന്നു, തങ്ങള് എന്റെ 2 സഹോദരങ്ങൾക്ക് ഒരേ ഒരു ദുശീലമുണ്ടായിരുന്നു. അള്ളാന്റെ പരിശുദ്ധമായ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് ഒരു ചെറുപ്പക്കാരൻ ദുആ ചെയ്യുകയാ, അല്ലാഹുമ്മ ഖ്രിജ്നി മിൻ ഹാദിഹി ദുനിയാ മുസ്ലിമ. അല്ലാഹുവേ, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എന്നെ നീ മുസ്ലിമാക്കി മരിപ്പിക്കണം. എന്റെ സഹോദരങ്ങളുടെ ഗതി എനിക്ക് വരുത്തരുത്, എന്റെ സഹോദരങ്ങളുടെ ഗതി വരുത്തരുത്. മഹാനവറുകൾ ചോദിച്ചു, എന്തേ മോനെ, നിന്റെ കൂടപ്പറപ്പുകൾക്ക് എന്താ സംഭവിച്ചേ? കരഞ്ഞു വിളിച്ചുകൊണ്ട് പറഞ്ഞു, 2 സഹോദരങ്ങളാ ഉണ്ടായിരുന്നേ. ഒന്നാമത്തെ ജ്യേഷ്ഠൻ പള്ളിയിലെ മുഅദ്ദിൻ 40 കൊല്ലം ബാങ്ക് വിളിച്ചു. രണ്ടാമത്തെ സഹോദരനും അതേ പള്ളിയിലെ മുഅദ്ദിന് 10 കൊല്ലം ബാങ്ക് വിളിച്ചു. ഒന്നാമത്തെ 40 കൊല്ലം ബാങ്ക് വിളിച്ച സഹോദരൻ മരിക്കാൻ സമയത്ത് ഖുർആൻ എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുകൊടുത്തപ്പോ വലിച്ചു കയറി വലിച്ചെറിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ കാഫിറായിട്ട് മരിച്ചുപോയി. ആക്കിബത്ത് മോശമായി പോയി. എന്റെ രണ്ടാമത്തെ സഹോദരന്റെയും മരണം ഇങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ ആ പള്ളി ബാങ്ക് വിളിക്കണ ഞാനാ. അല്ലാ, എന്റെ ഗതി ഇങ്ങനെ ആക്കല്ലേ എന്ന് ദുആ ചെയ്യണേ. മഹാനവറുകൾ അവിടെ നിന്ന് ചോദിച്ചു, നിന്റെ സഹോദരങ്ങൾക്ക് വല്ല ദുശീലം, കള്ളുകുടിക്കോ ഇല്ല, വ്യഭിചരിക്കോ ഇല്ല, പലിശ തിന്നോ ഇല്ല, നിസ്കരിക്കോ, എല്ലാം ചെയ്യും, എന്തെങ്ങനെ ആയിപ്പോയെ? എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരുടെ ഹൃദയത്തിൽ അങ്ങോട്ട് എഴുതി വെച്ചോ. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, എന്റെ 2 സഹോദരങ്ങൾക്കും ഒരേ ഒരു ദുശീലമുണ്ടായിരുന്നു. ഒരേ ഒരു ദുശീലം, അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. മഅദല്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആ 2 ചെറുപ്പക്കാർക്കും ഒറ്റ ദുശീലം ഉണ്ടായിരുന്നുള്ളൂ. നമ്മളെ പോലെ മൊബൈൽ കിട്ടിയ തേമ്പി തേമ്പി ഇങ്ങനെ നോക്കും, യൂട്യൂബിൽ കയറും, ഫേസ്ബുക്കിൽ കയറും, വാട്സപ്പിൽ കയറും, ആവശ്യമില്ലാത്തതൊക്കെ കാണും. ഉമ്മാ, ടി വി വെച്ചിട്ടെ, ടി വി ഇട്ടട്ടെ, ഞാൻ പറയണില്ല, അലച്ചു നോക്ക് നീ. എടാ ചെറുപ്പക്കാരാ, ടിവിയുടെ മുന്നിൽ അരപ്പാവാട ഇട്ടുകൊണ്ട് ആടിന്റെ പെണ്ണിന്റെ ആട്ടം കാണുന്നുണ്ടോ നീ? നിന്റെ അവസാനം നീ സൂക്ഷിച്ചോ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അന്യ പെണ്ണിന്റെ ഔറത്ത് കാണുന്ന ചെറുപ്പക്കാരാ, മരണം മോശമായി പോകൂടാ. നമ്മുടെയൊക്കെ അവസാനം മോശമായി പോകും. നീ വിചാരിക്കുന്നത് അത്ര നിസാരമാ, അതത്ര നിസാരമായ പാവാ നമ്മൾ കരുതും. അത് വളരെ അല്ലാഹു പടച്ചവനെ സിമ്പിൾ ആയിട്ടുള്ള പാവാ നമ്മൾ കരുതുന്നത്. പക്ഷെ അത് സിമ്പിൾ അല്ല മോനെ, എന്റെ മരണം തന്നെ മോശമായി പോകും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹു ഉറക്കപ്പറ, അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 24 മണിക്കൂറും ഹിജാബ് ഇട്ട് കയ്യിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന ഉമ്മായും ടിവിയുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് ഇംഗ്ലീഷ് പടം കാണാറില്ലേ? നല്ല നല്ല പാട്ടുകളൊക്കെ കേൾക്കാറില്ലേ? ഫർദ ഇട്ടോണ്ടാ നടന്മാരൊക്കെ അതിനകത്ത് അഭിനയിക്കണേ. എടാ ചെറുപ്പക്കാരാ, സിനിമാ നടിമാരൊക്കെ ഫർദ ഇട്ടോണ്ടാണോ?
അതിന് സാരമായിട്ട് തള്ളിക്കളയേണ്ട കാര്യമല്ല. അതുകൊണ്ട് ആ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറഞ്ഞത് അന്യ പെണ്ണിന്റെ മയ്യത്ത് നീ കാണാൻ പാടില്ല. ഇന്ന് എറണാകുളത്തേക്ക് വണ്ടിയിൽ പോകുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. ഇന്ന് രാത്രി 12 മണിയാകുമ്പോ അവസാനമല്ല ആ ലൈറ്റുകൾ മുഴുവനും അണയ്ക്കുന്ന ഒരു നിമിഷത്തിന് വേണ്ടി, ഒരൊറ്റ സെക്കൻഡിന് വേണ്ടി എറണാകുളത്ത് പോയിട്ട് പടച്ചവനെ കാത്തുകിടക്കുന്ന യുവത്വേ, എടാ ചെറുപ്പക്കാരാ, പൊന്നുമോനെ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കടാ പൊന്നുമോന്. അതിന് സാരമായി കളയേണ്ട ഒരു പാപമല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കു പെങ്ങള്, പടച്ചറപ്പിനെ പേടിക്ക്. ഈ കണ്ണുകൊണ്ടല്ലേ നിനക്ക് അല്ലാഹനെ കാണേണ്ടത്. ഇന്നക്കും സതറൂന റബ്ബക്കും കമാ തറവുനൽ ഖമറ ലൈലത്തുൽ ബദ്രി. 14 രാവിലെ ചന്ദ്രനെ കാണുന്നത്, ഈ ചന്ദ്രനെ കാണുന്നത് പോലെ ഇതേ കണ്ണുകൊണ്ട് നിന്നെ പടച്ച റബ്ബിനെ കാണണ്ടേ പെങ്ങള്. എന്റെ ചെറുപ്പക്കാരാ, ഈ കണ്ണുകൊണ്ടാണ് നീ അല്ലാഹനെ കാണേണ്ടത്. ഈ കണ്ണുകൊണ്ടാണ് മുത്തുനബിയെ കാണേണ്ടത്. ഈ കണ്ണുകൊണ്ടാണ് അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് നിനക്ക് സ്വർഗം കാണേണ്ടത്. അതുകൊണ്ട് ചെറുപ്പക്കാരാ, മോനെ പടച്ച റബ്ബിനെ പേടിച്ച് ജീവിക്കടാ. അവസരങ്ങളെ കിട്ടുമ്പോ കളയടാ, അവസരങ്ങളെ കിട്ടുമ്പോ കളയടാ. എന്റെ പ്രിയമുള്ളവരെ, അതാ ഒരു ചരിത്രം പറഞ്ഞു തരാ. അല്ലാഹുവേ, മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുന്ന കാലഘട്ടമുണ്ടല്ലോ. ആ കാലഘട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. കാരണം എന്തെന്നറിയോ? 5 വഖത്ത് ബാങ്ക് വിളിക്കുമ്പോ ഈ ചെറുപ്പക്കാരൻ അല്ലാഹുവിന്റെ പള്ളിക്കകത്തുണ്ടാകുമായിരുന്നു. ഉമർ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമാ, ഉമർ തങ്ങൾക്ക് വല്ലാത്ത സ്നേഹമാ. അല്ലാഹുവേ, ഒരു ദിവസം അവിടെ നിന്ന് ഇശാ നമസ്കാരം കഴിഞ്ഞു തന്റെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഈ ചെറുപ്പക്കാരൻ ഇശാ നമസ്കാരം കഴിഞ്ഞു ഒറ്റയ്ക്ക് തന്റെ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ ഈന്തപ്പന മരങ്ങൾക്ക് നടുവിലൂടെ ഇരുട്ടുള്ള രാത്രിയിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ പള്ളിയിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോ ഒരു സുന്ദരിയായ പെണ്ണുണ്ടല്ലോ, യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടല്ലോ. എല്ലാ ദിവസവും തന്റെ വീടിന്റെ മുന്നിലൂടെ നടന്നു പോകുന്ന ഈ ചെറുപ്പക്കാരനെ നോക്കി വെച്ചിരിക്കുകയായിരുന്നു. വല്ലാത്ത സ്നേഹമായിരുന്നു, വല്ലാത്ത ഇഷ്ടമായിരുന്നു. ഈ ചെറുപ്പക്കാരനോട് വല്ലാത്ത പ്രണയമായിരുന്നു. ഒരു ദിവസം പാതിരാത്രി ഇശാ നമസ്കാരം കഴിഞ്ഞ് ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോ ഈ പെണ്ണോടുകയാ. ഇരുട്ടത്ത് മറഞ്ഞു നിന്നിട്ട് ഈ ചെറുപ്പക്കാരന് തന്റെ മാറിടത്തിലേക്ക് ചേർത്ത് പിടിക്കുകയാണ്. ഈ ചെറുപ്പക്കാര് തന്റെ ശരീരത്തിലേക്ക് ചേർത്തങ്ങ് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറയുന്നു, എടാ എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരന് പാതിരാത്രിയിൽ ഒരു പെണ്ണ് കെട്ടിപ്പിടിച്ചിട്ട് ചോദിക്കുകയാ, എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചു തരുവോ. അല്ലാ, ചെറുപ്പക്കാരന്റെ കൈകാലുകളെ വിറയ്ക്കുകയാണ്. ചെറുപ്പക്കാരന്റെ കൈകാലുകളെ വിറയ്ക്കുകയാ. അല്ലാഹുവേ, എല്ലാം നശിച്ചു പോയല്ല അല്ലാ. ഇത്രയും വർഷക്കാലം ഞാൻ കാത്തു സൂക്ഷിച്ച സർവ്വതം നശിച്ചു പോയല്ല അല്ലാ. ചെറുപ്പക്കാരൻ നിലവിളിച്ചുകൊണ്ട് ബോധം കെട്ട് താഴെ വീഴുകയാ. ഒരന്യ പെണ്ണ് തന്റെ ശരീരത്തെ തൊട്ടപ്പോ, ഒരന്യ പെണ്ണ് പാതിരാത്രി ആരും കാണാതെ തന്റെ മാറിടത്തിലേക്കൊന്ന് ചേർത്ത് പിടിച്ചിട്ട് യാചിച്ചപ്പോ പേടിച്ച് വിറച്ചുകൊണ്ട് താഴെ വീഴുകയാ. അല്ലാഹുവേ, ബോധം കെട്ട് താഴെ വീണു.
പെണ്ണോടി രക്ഷപ്പെടുകയാണ്. അവസാനം ഏതോ വഴിയാത്രക്കാര് ഈ ചെറുപ്പക്കാരന് ചുമന്നുകൊണ്ട് വീട്ടിലേക്ക് പോയി. പ്രായമുള്ള പിതാവ് കാത്തു നിൽക്കുകയാണ്. അതാ അവിടുന്ന് സ്വഹാബത്ത് തന്റെ പൊന്നാര മകനെ ചുമന്നുകൊണ്ട് വീടിന്റെ മുന്നിലേക്ക് കൊണ്ടുവച്ചു. അതാ വാപ്പ തന്റെ പൊന്നാര മകന്റെ മുഖത്ത് വെള്ളമൊഴിച്ചു. തന്റെ മകന് ബോധം തിരിച്ചു വന്നപ്പോ വാപ്പ ചോദിച്ചു, മോനെ എന്താണ് സംഭവിച്ചത്? അവിടുന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന വാപ്പാ, ഖസ്റ ദുനിയാ വല്ലാഖിറ, എന്ന ദുനിയാവും ആഖിറവും പോയി വാപ്പാ. വ്യഭിചാരിയായി ഒരന്യ പെണ്ണന്റെ ശരീരത്ത് പിടിച്ചു വാപ്പാ. നടന്നത് മുഴുവനും പറഞ്ഞിട്ട് തന്റെ പൊന്നാര മകൻ കിടന്ന് നിലവിളിക്കുകയാ. വാപ്പ പറഞ്ഞു, മോനെ നീ അങ്ങോട്ട് പിടിച്ചതല്ലല്ലോ, ഒരു പെണ്ണ് നിന്നെ ഇങ്ങോട്ട് പിടിച്ചതല്ലേ, എന്തിനാ മോനെ, നിന്റെ ഭാഗത്ത് തെറ്റില്ലല്ലോ. വാപ്പ ഒരുപാട് പറഞ്ഞു നോക്കി, പൊന്നാര മകന് കരച്ചില് നിർത്തുന്നില്ല. പിന്നെയും വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിക്കുകയാണ്. അവസാനം മകൻ പറഞ്ഞു, വാപ്പാ ഉമർ തങ്ങളോട് ചോദിക്കൂ. അവസാനം ആ പിതാവ് ഉമർ തങ്ങളുടെ മുന്നിൽ ചെന്നു. നടന്നത് മുഴുവനും പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് ഉമർ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ പൊന്നുമകനെ തെറ്റുകാരനല്ല, അല്ലാഹു അവന് പുറത്തു കൊടുക്കുമെന്ന് അവിടെന്ന് പറയുമ്പോ അവസാനം വാപ്പ തന്റെ വീട്ടിലേക്ക് വരുമ്പോ കാണുന്ന രംഗമെന്തെന്നറിയോ? അല്ലാഹുവേ, ഒരന്യ പെണ്ണിന്റെ ശരീരത്തെ തൊട്ടല്ലോ അല്ലാ, ഞാൻ വ്യഭിചാരിയായി പോയല്ലോ അല്ലാ. പടച്ചവനെ, വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിച്ച് ഹൃദയം പൊട്ടിയിട്ടും മരിച്ചു കിടക്കുകയാ. ചെറുപ്പക്കാരാ, നിന്നെ പോലെ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോയാ ഒരുപാട് മോഹങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് സ്വപ്നങ്ങളുമുള്ള ഈ ചെറുപ്പക്കാരൻ നെഞ്ചു പൊട്ടിയിട്ട് മരിച്ചു കിടക്കുകയാണ്. പടച്ചവരെ, വാപ്പ വന്നപ്പോ തന്റെ പൊന്നാര മകന്റെ മയ്യത്ത് കാണുകയാ. അവസാനം ഈ ചെറുപ്പക്കാരനെ കുളിപ്പിച്ചു. പള്ളിയിലേക്ക് കൊണ്ടുപോയി മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. എന്നിട്ട് ഖബറിലേക്ക് ഇറക്കി വെക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ ചെറുപ്പക്കാരനോട് പറഞ്ഞതെന്തെന്നറിയോ? ആ ചെറുപ്പക്കാരന്റെ ചെവിയിൽ പറഞ്ഞതെന്തെന്നറിയോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താർ. പെങ്ങളെ, ഒരന്യ പുരുഷൻ നിന്റെ ശരീരത്തെ തൊടാമെന്നാല് ആ സമയത്ത് നീ പിന്മാറണ്, അവന്റെ കൂടെ നീ കൂടരുത്. ആ സമയത്ത് നീ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് പിന്മാറിയാൽ, ചെറുപ്പക്കാരാ, കൂടെ പഠിക്കുന്നവളാകട്ടെ, നിന്റെ ഫ്രണ്ടാകട്ടെ, അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിലെ അകന്ന പെണ്ണുങ്ങളാകട്ടെ, നിന്റെ സഹോദരന്റെ ഭാര്യയാകട്ടെ, പൊന്നുമോനെ വേണ്ടടാ, ആ വ്യഭിചാരത്തിൽ നിന്ന് നിനക്ക് പിന്തിരിയാൻ കഴിഞ്ഞ അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താർ. രണ്ട് സ്വർഗമാടാ ചെറുപ്പക്കാരാ.